എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഹൽവ കഴിക്കുന്ന സമയത്ത് ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കിയെന്ന് പറയേയില്ല, നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. ചക്കക്കുരു നിങ്ങളുടെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ചക്കക്കുരു കൊണ്ടുള്ള ഈ ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 25ഓളം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു എടുക്കുമ്പോൾ നല്ല മൂത്ത ചക്കയുടെ കുരു നോക്കിയിട്ട് എടുക്കണം. കുരുവിന് നല്ല വേവും ഉണ്ടായിരിക്കണം, നല്ല കട്ടിയുള്ള കുരുവായിരിക്കണം. എന്നാലാണ് നമ്മുടെ ഹൽവ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഈ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ 2 കഷ്ണങ്ങളാക്കി എടുത്തതാണിത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചക്കക്കുരു വേവിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു ഒരു 4 വിസിലിന് വേവിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. ചക്കക്കുരു നല്ല വേവുണ്ട്. ചക്കക്കുരു 3 വിസിലിന് വേവിച്ചെടുത്തതാണ് ഇത്. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ തന്നെ തണുത്ത് വരട്ടെ. നല്ലൊരു പൊടിച്ചലുള്ള ചക്കക്കുരുവാണിത്. ഇനി തണുത്ത് വന്ന ശേഷം അരച്ചെടുക്കേണ്ടതാണ്. ഹൽവക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട്. തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചക്കക്കുരു അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരു നല്ലപോലെ തണുത്ത ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ഒരു 5 ഏലക്ക തൊലി കളഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്തിട്ട് അരച്ചെടുക്കാം. ശർക്കരപ്പാനി അരിച്ചെടുക്കണം. ശർക്കരയിൽ അഴുക്കുണ്ടാവും. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരുവും ശർക്കരപ്പാനിയും ചേർത്തിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കുഴമ്പ് രൂപത്തിലാണ് അരച്ച് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ശർക്കരപ്പാനിയുടെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഹൽവ ഉണ്ടാക്കാം. ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് അടുപ്പിൽ. കടായി നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ആണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് അങ്ങോട്ട് റോസ്റ്റായി വരണ്ട, അപ്പൊ കളർ അങ്ങോട്ട് മാറും. ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തടവി കൊടുക്കണം. എന്നാൽ നമ്മുടെ ഹൽവ പെട്ടെന്ന് തന്നെ ടിന്നിന്ന് വിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചക്കക്കുരു ഈ നെയ്യ് കിടന്നിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം. ചക്കക്കുരുവിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. ചക്കയിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി പോഷകങ്ങളാണ് ചക്കക്കുരുവിലുള്ളത്. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പേശികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. മാത്രമല്ല ശരീരത്തിന് ആവശ്യമായ അയേൺ, അതായത് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാനും വിളർച്ച തടയാനും സഹായിക്കുന്നുണ്ട്. കൂടാതെ സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ ചക്കക്കുരുവിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ചക്കക്കുരു ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോറോ അതുപോലെ തന്നെ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരുപാട് അങ്ങോട്ട് ഇളക്കിയിട്ട് സമയം കളയണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഹൽവ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഹൽവയാണല്ലോ, അപ്പൊ ആ നെയ്യ് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൽവക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും കിട്ടും. അപ്പൊ നെയ്യുടെ അളവ് നിങ്ങൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചക്കക്കുരു അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്.
ചക്കക്കുരു കൊണ്ട് നമ്മൾ ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കാറുണ്ടല്ലേ. ചക്കക്കുരു തോരൻ, അതുപോലെ തന്നെ ചക്കക്കുരു പായസം, ഷേക്ക്. ചക്കക്കുരു കൊണ്ട് ഉണ്ട തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ കണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു വീഡിയോ ആണത്. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. ഈ സമയത്ത് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഈ ചക്കക്കുരുന്റെ ഈ മിക്സ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. പഴുത്ത ചക്ക കൊണ്ട് ഹൽവ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവരുടെ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാനിൽ നിന്നും വിട്ട് വരുന്ന ആ ഒരു പാകത്തിലാണ് നമ്മൾ നട്ട്സ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഹൽവ ഇവിടെ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് പോരാ, കുറച്ചുകൂടി ആയി വരണം. നല്ല മൂത്ത് വരുന്ന വരെ എടുക്കാം നമുക്ക്. ഇപ്പൊ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടി ആയി വരട്ടെ. ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മളിങ്ങനെ കോരി എടുക്കുന്ന സമയത്ത് മുറിഞ്ഞ് വീഴുന്ന ആ ഒരു പാകത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ അതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. സ്പൂണിന്റെ അടിവശത്ത് കുറച്ച് നെയ്യ് തടവിച്ച ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ വശം ഒരുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല പോലെ തണുത്ത് കിട്ടും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഹൽവ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിൽ നിന്നും ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ് നമ്മൾ ചക്കക്കുരു കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരുടെ വീട്ടിലും ചക്കക്കുരു ഇരിപ്പുണ്ടാവും. അപ്പൊ ഇതുപോലെ ഹൽവയൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഹൽവ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഒരുപാട് ഔഷധ ഗുണമുള്ള, പ്രത്യേകിച്ച് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ചക്കക്കുരു കൊണ്ടുള്ള ഈ ഒരു ഹൽവയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.